ഹായ് ഹലോ. അപ്പോൾ പുതിയതായിട്ട് വന്ന ആൾക്ക് എന്നെ ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പം ഞാൻ അടുത്തോട്ട് ചെല്ലുമ്പം ആ ചെടിയില്ലേ സിറ്റൗട്ടിൻ്റെ സൈഡിൽ വെച്ചേക്കണം, അതിൻ്റെ ഇടക്കോട്ട് മാറിയ ചെടി രണ്ടും കൂടി ഇടക്ക് പോയി കിടക്ക്. അവിടെ എനിക്ക് ചെല്ലാൻ പാടില്ല എന്നാണ് പുള്ളിയുടെ വിചാരം. പിന്നെ നമ്മുടെ മറ്റു കുഞ്ഞുങ്ങളെ ഭയങ്കര പേടിപ്പേരും ഉപദ്രവമൊക്കെയാണ് കേട്ടോ. അതായത് സെപ്പറേറ്റാണ് ഫുഡ് കഴിക്കണ പോലും. അവർ ഒരുമിച്ച് കൊടുക്കുമ്പോഴേക്കും അവർ ഓടിച്ചു വിടുക കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ വേറെ പാത്രത്തിൽ വെച്ച് കൊടുത്ത്. പിന്നെ പെഡിഗ്രി ഇല്ലേ, പെഡിഗ്രി ഞാനിപ്പോൾ പൊടിക്കണ്ട, ഡോക്ടർ പറഞ്ഞത് പൊടിക്കാതെയും കുതിർക്കാതെയും കൊടുക്കാനാണ് പറഞ്ഞത്. അങ്ങനെ കഴിക്കാനായിട്ടുണ്ട്. എന്നിട്ട് സെപ്പറേറ്റ് വെള്ളം വെച്ച് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഒരു ക്വാണ്ടിറ്റി കുറയ്ക്കുമെന്ന് പറഞ്ഞു കഴിക്കണേൻ്റെ. ഇപ്പം കുതിർത്ത് കൊടുക്കുമ്പോൾ അവർ അതിനെ ആസ്വദിച്ചുകൊണ്ട് കഴിക്കും. അപ്പം ഇങ്ങനെ കൊടുത്ത് നോക്കാനാണ് പറഞ്ഞത്. അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് പെഡിഗ്രി തീരുകയും ചെയ്തു. അപ്പം ഞാൻ ഇന്ന് പോയി വാങ്ങിക്കാൻ ഏർപ്പെടുത്തിയിട്ടാണ് പോകുന്നേക്കണത്. ശർമ്മയുടെ മറ്റേ രണ്ടുപേരോടും പറഞ്ഞിട്ടുണ്ട് പോയി വാങ്ങിച്ചുകൊണ്ട് വാ. അപ്പം എന്നാലും ഇന്ന് ആവശ്യത്തിന് രാവിലെ പൊടിക്കാതെ കുതിർക്കാതെ കൊടുത്ത്. അപ്പോഴേക്കും അവർക്ക് ഇനിയും വേണം കേട്ടോ. അന്നേരം ഡോക്ടർ പറഞ്ഞ് വേണമെന്ന് അവർ വീണ്ടും വീണ്ടും പറഞ്ഞാലും പറയല്ല, ആവശ്യപ്പെടാൻ നമുക്കറിയാമല്ലോ. അങ്ങനെ ചെയ്താലും കൊടുക്കണ്ട, നമുക്കൊരറിയാമല്ലോ ഒരളവ്, ആ അളവിന് മാത്രം കൊടുത്താൽ മതി. കുറച്ച് ദിവസം അങ്ങനെ കൊടുക്കാൻ പറഞ്ഞു. അല്ലെങ്കിൽ അവരിങ്ങനെ ഫുഡിനോട് ഭയങ്കര ആർത്തി കാണിക്കും. അത് ലിമിറ്റ് കൺട്രോൾ ചെയ്യേണ്ട നമ്മൾ തന്നെയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതുപോലെ ചെയ്തത്. വീണ്ടും കാത്തിരിക്കുക, മതിയായിട്ടില്ലേ. അപ്പം ഇന്നെന്താ ഇങ്ങനെ ചെയ്യണമെന്നായിരിക്കും ചിന്ത. എന്തായാലും അവരുടെ ഹെൽത്തിന് വേണ്ടിയിട്ടല്ലേ. അപ്പം ശരിയാണ്, ഇന്നപ്പോൾ വയറിനൊന്നും വലിയ കുഴപ്പമില്ല. അപ്പം ഞാനിത് അമ്പലത്തിൽ ഇരുന്നാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്തിടുന്നത്. ഞാൻ രാവിലെ തന്നെ ഇങ്ങോട്ട് വീഡിയോ എടുത്തിട്ട് പോകുന്നായിരുന്നേ. അപ്പം ശരി, പിന്നെ കാണാം. ബൈ.